കത്ത് പുറത്തുവിട്ടത് കോൺഗ്രസ് ആണെങ്കിൽ രാഹുലിനെ ആക്രമിച്ചതാരാ? അത് കോൺഗ്രസിനുള്ളിൽ നിന്നല്ലേ? കോൺഗ്രസിനുള്ളിൽ ഒരു ആക്രമണവും എന്തായാലും പാലക്കാട് കത്ത് പുറത്തു വന്നാൽ ഒരു മിനിറ്റ് അപ്പാ. ആ കത്തിൽ വേറൊരു പേര് കെ മുരളീധരന്റെ പേര് പറയുന്ന കേക്കോ. അത് പുറത്തു വന്നാലും ഇല്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ചും അപ്പുറത്ത് മറ്റൊരു പേര് പറഞ്ഞിരുന്നില്ല. ആ പേര് പുറത്തു വന്നിരുന്നല്ലോ. എന്തിനാണ് കത്ത് എഴുതുന്നത്? 15-ാം തീയതി കെ മുരളീധരൻ പ്രചാരത്തിൽ വെച്ചു. മോരിലെ പുളിയും പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വിയോജിപ്പുള്ളൂ. അതായത് കത്ത് പുറത്തുവിട്ടതാരാ? അത് കോൺഗ്രസ് ആണ്. അപ്പോൾ രാഹുലിനെ ആക്രമിച്ചതാരാ? കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗമാണ്. ഇനി നമ്പർ 2, സരിനെ പുറത്തു കൊണ്ടുവന്നത് CPM ആണോ? സരിൻ എങ്ങനെയാ പുറത്തു വന്നത്? സരിൻ സ്വന്തം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നയാളാ. നിങ്ങൾ കേൾക്കൂ സ്മൃതി. രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ചതാരാ ആദ്യം? സരിനാരാ? CPM-ന്റെ നേതാവാണോ? സരിൻ കോൺഗ്രസ് നേതാവാ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുന്ന കരുതിയാണ്. ഇപ്പോഴുള്ള ഈ കണക്ക് എന്ന് പറയുന്നത് മറുപടിയാണ്. അല്ല, പെട്ടി കൂടി സോറി ക്ഷമിക്കണം, പെട്ടി എന്നാണ് ഉദ്ദേശിച്ചത്. ആ പെട്ടി വിവാദം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ NN കൃഷ്ണദാസിനെ ഓർമ്മിക്കേണ്ടി അല്ലേ? അപ്പം പെട്ടിയുടെ വിവാദത്തിൽ ആരാ വിവാദം ഉണ്ടാക്കിയത്? ആരാ ടെലിഫോൺ കോൾ കൊടുത്തത്? ആരാണ് അറിയിച്ചത്? അതിനുശേഷം എന്താ സംഭവിച്ചത്? അത് മൂന്നാമത്തെ കാര്യമല്ലേ? ആരാണ് ഷാനിമിനെ പുറത്തുകൊണ്ട് വന്നത്? CPM. ആരാ ഷിഹാബുദ്ദീനെ കൊണ്ടുവന്നത്? ആരാ ബാസിയെ കൊണ്ടുവന്നത്? 9 പേര് അങ്ങോട്ട് പുറത്തേക്ക് പോയി. എങ്ങനെ പോയേ? ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുട്ടി സതീശൻ എന്ന് വിളിച്ചത് ആരാ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പറഞ്ഞതുപോലെ ത്രയത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത് ആരാ? നിങ്ങളുടെ കോൺഗ്രസിൽ നിങ്ങളുടെ തന്നെ തള്ളി പറയുന്നുണ്ടോ? ആര് തള്ളി പറയാം? ഞാൻ തള്ളി പറയുന്നത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമണം നേരിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കോൺഗ്രസ് ക്യാമ്പിൽ നിന്നാണ്. അതിനുശേഷമാണ് CPM അത് ക്യാമ്പിനായിട്ട് എടുക്കുന്നത്. കണ്ടില്ല. കോൺഗ്രസ് പുറത്തു വന്നവരാണ് പറഞ്ഞത്. ക്യാമ്പിനകത്ത് ഞാനും കേട്ടില്ല. രാഹുൽ അകത്തുനിന്നുകൊണ്ട് NN കൃഷ്ണദാസ് എന്താ പറഞ്ഞത്? പെട്ടിയെടുത്ത് കളയാൻ പറഞ്ഞു. അത് CPM അല്ലേ പറഞ്ഞത്? കോൺഗ്രസ് അല്ലല്ലോ, അത് CPM അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു വന്നാൽ, നമ്മൾ കണക്കിലേക്ക് വന്നാൽ 9281 വോട്ടുകൾക്ക് നിലവിൽ ചേലക്കരയിൽ UR പ്രദീപ് മുന്നിലാണ്. 1388 വോട്ടുകൾക്ക്. ഇതുവരെ ടീ ബ്രേക്ക് കഴിഞ്ഞില്ലേ? പാലക്കാട് ടീ ബ്രേക്ക്. ഇനി ഒരു കണക്ക് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വരുന്ന ഇപ്പോൾ മഹാരാഷ്ട്രയിലെ കൽവാനിൽ നിന്ന് വരുന്ന വാർത്തയനുസരിച്ച് അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി ജിവ പണ്ടു 4422 വോട്ടുകൾക്ക് മുന്നിലാണ്. ജിവ പണ്ടു ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജിവ പണ്ടു ലീഡ് ചെയ്യുന്നത് 4400. പാണ്ഡു ജയിക്കുമെന്ന് പണ്ടേ അറിയാം. മഹാരാഷ്ട്രയിൽ ഒരു കനൽത്തരി വന്നിരിക്കുന്നു. നോക്കൂ സ്മൃതി, ഇത് കോൺഗ്രസിന് പാലക്കാട് ഗുണം ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും.